ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിൽ തേർഡ് ലെസൺ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു 7 വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇതൊരു അതിൻ്റെ തന്നെ പാർട്ട് 8, അതായത് 8ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻസ് എന്താണെന്ന് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്, അതിൽ ഇൻസേർഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം 4 ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു: ക്രിയേഷൻ, ട്രാവേഴ്സിങ്, ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ക്രിയേഷനും ട്രാവേഴ്സിങ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടു. ഇതിൽ നമ്മൾ ഇൻസേർഷൻ ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് കാണുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ എന്താ ഡെലീഷൻ ഓപ്പറേഷൻ കാണും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസേർഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇൻസേർഷൻ ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ എന്താ ഇൻസേർഷൻ ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇൻസേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അല്ലേ, എന്താ ഒരു ഡാറ്റേനെ ഒരു ഡാറ്റ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്യുന്നു അല്ലേ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കും ഇൻസേർഷൻ നടക്കുന്നുണ്ടായിരിക്കുക? അതായത് നമുക്കറിയാം എന്താ, ഇവിടെ നമുക്ക് ജസ്റ്റ് കാണിക്കാം. ഞാൻ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം, കളക്ഷൻ ഓഫ് നോഡ്സ് ആണെന്ന് അറിയാം അല്ലേ. അതായത് ഒരു നോഡിന് തന്നെ രണ്ട് പാർട്ടുണ്ട്, ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു അഡ്രസ് പാർട്ട് അല്ലെങ്കിൽ ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കും. ഈ ഡാറ്റ പാർട്ടിലാണ് നമ്മളുടെ ആക്ച്വൽ ഡാറ്റാനെ സ്റ്റോർ ചെയ്യുന്നത്. ലിങ്ക് പാർട്ടിൽ ഉണ്ടായിരിക്കുക ഒരു നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എവിടെയാണോ അവിടേക്ക് പോയിന്റ് ചെയ്യും അത് അല്ലേ. നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്താണോ അതാണ് എന്തിലുണ്ടാവുക, ഒരു നോഡിൻ്റെ ലിങ്ക് പാർട്ട് അല്ലെങ്കിൽ അഡ്രസ് പാർട്ടിൽ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കളക്ഷനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് ഒരു പുതിയ നോഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ നോഡിനെ നമുക്ക് എന്താ ഇതിലേക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇൻസേർഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ എനിവേർ ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റിൽ പെർഫോം ചെയ്യാം. നമുക്കറിയാം അല്ലേ, അതായത് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടായിരിക്കും, അതിലേക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഇൻസേർഷൻ പെർഫോം ചെയ്യാം. അതായത് മെയിനായിട്ട് 3 ടൈപ്പിലാണ് നമ്മൾ ഇൻസേർഷനായി നടക്കുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിൽ. ഫസ്റ്റ് തന്നെ നമുക്ക് അറ്റ് ദ ബിഗിനിങ്ങിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് നോഡ് തന്നെ ആയിട്ട്, അതായത് ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, അറ്റ് ദ ബിഗിനിങ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അറ്റ് ദ ബിഗിനിങ് ചെയ്യുകയാണെങ്കിൽ അറ്റ് ലാസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ. ഏറ്റവും ലാസ്റ്റ് നോഡായിട്ട് നമ്മൾ എന്താ ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ ഒരു മെത്തേഡിലാണ് എന്ത് ഇൻ ബിറ്റ്വീൻ നോഡ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് 2 നോഡുകളുടെ ഇടയിൽ, അതായത് നമ്മൾ പറയുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മളുടെ പുതിയ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പിലാണ് നമ്മൾ ഇൻസേർഷൻ കാണാൻ പോണത്. ഓക്കെ, അറ്റ് ദ ബിഗിനിങ് കാണാം, അറ്റ് ദ എൻഡിൽ കാണാം, എന്താ ഇൻ ബിറ്റ്വീൻ എനി നോഡായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് എന്ത് ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് എന്താ ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ ഒരു നോഡിൻ്റെ ബിഗിനിങ്ങിൽ അല്ലേ, ഒരു നോഡിന് ലിങ്ക് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻ ഓഫ് നോഡ്സ് ആണ് അല്ലേ. അതിൽ ഏറ്റവും ബിഗിനിങ് നോഡാണ് നമുക്ക് എങ്ങനെ കിട്ടാം? ഏറ്റവും ബിഗിനിങ് ആയിട്ടുള്ള ഒരു നോഡിൻ്റെ അഡ്രസ്സ് എന്തിലുണ്ടായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറഞ്ഞൊരു പോയിന്ററിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഈ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡിലാണ് എന്ത് അത് പോയിന്റ് ചെയ്യുന്നത് എങ്ങടാ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡ് എവിടെയാണോ അതിലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഒരു ഓൾറെഡി 2 നോഡുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ന്യൂ നോഡിനെ പുതിയ നോഡിനെ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഏറ്റവും ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് വേണം, ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ നോഡിനെ നമുക്ക് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. കോപ്പിയിങ് ദ കണ്ടന്റ് ഓഫ് സ്റ്റാർട്ട് ഓർ ഹെഡ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ന്യൂ നോഡ്. അതായത് ഇപ്പോൾ ഓൾറെഡി ഹെഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഈ ഓൾഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതായിരുന്നു നമ്മളുടെ ലിങ്ക് ലിസ്റ്റ് അല്ലേ. ഇപ്പോൾ ഹെഡിൽ എന്താ ഉള്ളത്, നമ്മുടെ പഴയ ലിങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡ് ഇതിൻ്റെ അഡ്രസ്സ് അല്ലേ. അതിനി എന്താക്കി വെക്കണം, നമ്മളുടെ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്ത നോഡിൻ്റെ ലിങ്ക് പാർട്ടാക്കി വെക്കണം അല്ലേ. അതായത് നമ്മളുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്ക് പാർട്ട് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് എന്തിനെ കോപ്പി ചെയ്യാൻ പറഞ്ഞു, ഹെഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിനെ കോപ്പി ചെയ്യാൻ പറഞ്ഞു. അതായത് കോപ്പിയിങ് ദ കണ്ടന്റ് ഓഫ് സ്റ്റാർട്ട് ഓർ ഹെഡ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് ഇപ്പോൾ ഹെഡിലുള്ള വാല്യൂ എന്താണോ അല്ലെങ്കിൽ സ്റ്റാർട്ടിലുള്ള അഡ്രസ്സ് എന്താണോ അതിനെ കോപ്പി ചെയ്തു അല്ലേ. അപ്പോൾ ന്യൂ നോഡിൻ്റെ ലിങ്ക് എന്തിലേക്ക് പോയിന്റ് ചെയ്യും, നമ്മളുടെ ലിങ്ക് ലിസ്റ്റിൽ ഓൾറെഡി പഴയ ലിങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിലേക്ക് അല്ലേ. അതായത് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാവുന്ന ലിങ്ക് ലിസ്റ്റിൻ്റെ സെക്കൻഡ് നോഡായിട്ട് അതിലേക്കൊരു ലിങ്കിങ് വന്നു. ഓക്കെ, ഇനി എന്ത് വേണം, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിനെ എന്താക്കണം, ഫസ്റ്റ് നോഡാക്കണം അല്ലേ. ന്യൂ നോഡിനെ ഫസ്റ്റ് നോഡാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അഡ്രസ്സിനെ നമ്മൾ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡിലേക്ക് കൊടുക്കണം അല്ലേ. അതാണ് അടുത്തതിൽ നടക്കണേ. ആൻഡ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ഇൻ ടു സ്റ്റാർട്ട് ഓർ ഹെഡ്. ന്യൂ നോഡിൻ്റെ അഡ്രസ്സിന് എന്താക്കണം, ഹെഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിലേക്ക് കൊടുക്കണം അല്ലേ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ന്യൂ നോഡിൻ്റെ അഡ്രസ്സിനെ ഹെഡിലേക്ക് കൊടുത്തു. അപ്പോൾ എന്താ ഫസ്റ്റ് നോഡ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡായി.
അല്ലേ? ഇത്രയാണ് എന്ത് ബിഗിനിങ്ങിൽ ഇൻസെർഷൻ നടക്കുമ്പോൾ വരുന്ന ചേഞ്ചസ്. ഇത് നമ്മൾ അൽഗോരിതം നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ബിഗിനിങ്ങിലും ലാസ്റ്റിലും ഇൻസെർഷൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പുകൾ പഠിക്കില്ല. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നോഡിൽ എങ്ങനെയാണോ ഇൻസെർട്ട് ചെയ്യുന്നത് അതിൻ്റെ അൽഗോരിതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെയാണ് ബിഗിനിങ്ങിൽ നടക്കുന്നത് ജസ്റ്റ് പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിഗിനിങ്ങിൽ എങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യുന്നത് പിക്ചർ കാണുമ്പോൾ തന്നെ അല്ലേ, പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് പാർട്ട് എന്താക്കി വെക്കണം, ഓൾറെഡി ഹെഡിൽ ഇപ്പോൾ എന്താണോ അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ എന്താണോ വാല്യൂ ഉള്ളത് അതാക്കി വെച്ചു. ദെൻ എന്ത് വേണം, ഇനി ന്യൂ നോഡാണ് നമ്മളുടെ ലിസ്റ്റിൻ്റെ ബിഗിനിങ് നോഡായിട്ട് വരുന്നത്. അപ്പോൾ ന്യൂ നോഡിനെ എന്താക്കി വെക്കുക, ഹെഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കി വെക്കുക. ഇത്രയാണ് ബിഗിനിങ് നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അടുത്തത് എന്താന്ന് പറഞ്ഞു, അറ്റ് ദ ലാസ്റ്റ് നോഡ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു നോഡിനെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഏറ്റവും ലാസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാം നമുക്ക് എന്താ ലാസ്റ്റ് നോഡാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ, ഇപ്പോൾ ഇവിടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നോക്കുക, അതിൻ്റെ ലാസ്റ്റ് നോഡാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ, ആ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്തായിരിക്കും, നൾ പോയിൻ്റർ ആയിരിക്കും അല്ലേ. അപ്പോഴാണ് നമുക്ക് എന്താ അതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡ് എന്ന് മനസ്സിലാവുക. ഇനി നമ്മളിപ്പോൾ പുതിയൊരു ന്യൂ നോഡ് എന്ന് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്തു, അതിനെന്താക്കി വെക്കണം, ലാസ്റ്റ് നോഡാക്കി വെക്കണം വേണ്ടേ. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ലാസ്റ്റ് നോഡ്. ഇപ്പം നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലെ ഓൾറെഡി ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റിലെ ലാസ്റ്റ് നോഡ് എന്താണോ അതിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് നമ്മളുടെ ന്യൂ നോഡിനെ കൊടുക്കുക അല്ലേ. ഓൾറെഡി ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റിൽ ലാസ്റ്റ് നോഡ് എന്താണോ, ലാസ്റ്റ് നോഡ് എങ്ങനെയാണെന്ന് മനസ്സിലാവും നമുക്ക്, അതിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാണെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ ലാസ്റ്റ് നോഡിനെ കിട്ടും. അതിൻ്റെ ലിങ്ക് പാർട്ട് എന്താ, ഇനി നള്ളല്ല അല്ലേ. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡ് എന്താണോ അതാണ് ഇനി ലാസ്റ്റ് നോഡായിട്ട് വരേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്താക്കി വെക്കണം, ന്യൂ നോഡാക്കി വെക്കണം അല്ലേ. പിന്നെ ഇപ്പം അപ്പോൾ ന്യൂ നോഡാക്കി വെച്ചു, ഇനി എന്ത് വേണം, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡാണ്, അതായത് ഇൻസേർട്ട് ചെയ്ത ന്യൂ നോഡാണ് ഇനി നള്ളെന്ന് കാണിക്കണം അല്ലേ, ലാസ്റ്റ് നോഡെന്ന് കാണിക്കണം. അപ്പം എന്ത് വേണം, ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്താക്കി വെച്ചു, നള്ളാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ജസ്റ്റ് കോപ്പി ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ലാസ്റ്റ് നോഡ് അല്ലേ. ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് നമ്മളുടെ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡിലേക്ക് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാക്കി വെക്കുന്നു അല്ലേ. ചെറിയൊരു ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിഗിനിങ് കണ്ടു, ലാസ്റ്റ് കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് ഇൻസെർഷൻ ബിറ്റ്വീൻ എനി നോഡ്സ് അല്ലേ. ഏത് നോഡിൻ്റെ ബിറ്റ്വീനായിട്ടും ഇനി നമുക്ക് എന്താ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് മൂന്നാമത്തെ ടൈപ്പുള്ള ഒരു ഇൻസെർഷൻ. ഇവിടെ നോക്കാം, നമുക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് ഉണ്ട്, ഹെഡിൽ എന്തുണ്ടായിരിക്കും, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, ദെൻ ഫസ്റ്റ് നോഡിൽ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് അല്ലേ, ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ടാമത്തെ നോഡിനും മൂന്നാമത്തെ നോഡിനും ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു അല്ലേ. 15 and 7 എന്ന് പറഞ്ഞ ഡാറ്റയുള്ള നോഡിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്താ പുതിയൊരു ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകണം അല്ലേ. അപ്പോൾ എന്തൊക്കെ ചേഞ്ച് വരും എന്നുള്ളതാണ് ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. സാധാരണ എന്തായിരുന്നു 15 എന്ന് പറഞ്ഞ ആ നോഡിലുണ്ടായിരുന്ന അല്ലേ, ആ നോഡിലുള്ള അതിൻ്റെ ലിങ്ക് പാർട്ട് എന്തായിരിക്കും, ഈ 7 എന്ന് പറഞ്ഞ നോഡിലേക്കായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന നോഡ് ഏതാണോ അതിലേക്കാണ് ഇനി വരേണ്ടത് അല്ലേ. ദെൻ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന നോഡിൽ നിന്ന് അതിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്തുണ്ടായിരിക്കണം, ഈ 7 എന്ന് പറഞ്ഞ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കണം ഉണ്ടാവുക അല്ലേ. അങ്ങനെ ആയിരിക്കണം വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇൻ ബിറ്റ്വീൻ നോഡ്സ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊസിഷൻ പറഞ്ഞു കൊടുക്കുക അല്ലേ. അതായത് ഒരു രണ്ടാമത്തെ നോഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, മൂന്നാമത്തെ പൊസിഷനിലേക്ക്. അപ്പോൾ നമ്മളൊരു പൊസിഷൻ നമ്മളവിടെ പൊസിഷൻ നോഡ് നമ്മൾ പറയുന്നുണ്ട്. അതായത് ആ നോഡ് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന നോഡ് എവിടെ ഏത് പൊസിഷനിലേക്കാണ് വേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് വെച്ചിട്ടാണ് എന്തൊക്കെ ചേഞ്ചുകളാണ് നടക്കണതെന്നുള്ളത് നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഈ 15 എന്ന് പറഞ്ഞ നോഡിൻ്റെ ലിങ്ക് പാർട്ട് ഡയറക്റ്റ് 7ലേക്കായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, നമ്മൾ മൂന്നാമത്തെ പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ 15 എന്ന് പറഞ്ഞ നോഡിൻ്റെ ലിങ്ക് പാർട്ട് ഇനി എന്താവണം, ന്യൂ നോഡ് ആവണം വേണ്ടേ. പിന്നെ എന്ത് വേണം, ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ട് ഇനി എന്താവണം, ഈ 7 എന്ന് പറഞ്ഞ നോഡായിരിക്കണം അല്ലേ. അപ്പോൾ ഈ 15ഉം 7ഒക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടണത് എന്നുള്ളത് നോക്കണം അല്ലേ. ഈ 15 എന്ന് പറഞ്ഞ നോഡും കിട്ടണം, നമുക്ക് 7 എന്ന് പറഞ്ഞ നോഡും കിട്ടണം അല്ലേ. എന്നാലല്ലേ ഇനി അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പൊസിഷൻ പറഞ്ഞു കൊടുക്കണം, മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ.
മൂന്നാമത്തെ പൊസിഷനിലേക്കാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വേണം ഇനി ആ പൊസിഷന് തൊട്ട് ബാക്കിലുള്ള അല്ലേ തൊട്ട് ഒരു -1 ആയിട്ടുള്ള ഒരു പൊസിഷനിലുള്ള നോഡിനെ കിട്ടണം. വേണ്ടേ? നമ്മൾ മൂന്നാമത്തെ നോഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു, എന്ത് വേണം? രണ്ടാമത്തെ നോഡിനെ കിട്ടണം. വേണ്ടേ? ഇനി എന്ത് വേണം? അതുകൂടാതെ എന്ത് വേണം? പൊസിഷൻ +1 ആയിട്ടുള്ള ഒരു നോഡും വേണം. വേണ്ടേ? ഈ 7 എന്ന് പറഞ്ഞ നോഡിനെ കിട്ടാൻ എങ്ങനെയാ? പൊസിഷൻ ഏതാണോ അതിനെക്കാട്ടും +1 ആയിട്ടുള്ള ഒരു നോഡിനെ അല്ലേ, അതും കൂടി നമുക്ക് എന്ത് ഈ 2 നോഡിനെ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ഈ 2 നോഡിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവേഴ്സിങ് ഓപ്പറേഷൻ ചെയ്യണം അല്ലേ. പൊസിഷനും കിട്ടണം, പൊസിഷൻ -1 ആയിട്ടുള്ള നോഡും പൊസിഷൻ +1 ആയിട്ടുള്ള നോഡിനും കിട്ടണം. അതെങ്ങനെ കിട്ടാം? നമുക്ക് പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ഇത് മെമ്മറിയിൽ പല സ്ഥലങ്ങളിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഡാറ്റ സ്ട്രക്ചറിലെ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിലെ എലമെൻസിനെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് ട്രാവേഴ്സിങ് ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ ട്രാവേഴ്സിങ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 2 പൊസിഷൻ -1 നോഡിനും പൊസിഷൻ +1 നോഡിനും കിട്ടണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 2 നോഡിനെ കിട്ടിയിട്ട് ഇനി അതിലാണ് നമ്മൾ എന്ത് ചേഞ്ചസ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ലിങ്ക് പാർട്ട് എന്താക്കണം? പൊസിഷൻ -1 അതായത് ഈ രണ്ടാമത്തെ നോഡിലുള്ളതിലെ ലിങ്ക് പാർട്ടിനെ നമ്മൾ എന്താക്കി? ന്യൂ നോഡാക്കി അല്ലേ. ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ടിനെ എന്താക്കി? പൊസിഷൻ +1 നോഡ് അല്ലേ, പൊസിഷൻ +1 നോഡ് എന്താണോ അതിലേക്ക് പോയിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ബേസിക്കലി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ട് നോക്കുകയാണ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് എ നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ടെമ്പ്. നമ്മൾ പറഞ്ഞ എന്താ, ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മുന്നേ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. നോഡിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, അതിനൊരു അഡ്രസ്സ് കിട്ടുന്നത്. ആ അഡ്രസ്സിന് നമ്മൾ എന്ത് ചെയ്തു? ടെമ്പ് എന്ന് പറഞ്ഞ ഒരു പോയിന്റർ വേരിയബിളിലേക്ക് എടുക്കാൻ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക, സ്റ്റോർ ദ ഡാറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് യൂസിങ് ടെമ്പ് അല്ലേ. അതിന് ശേഷം എന്താ, നമുക്ക് അറിയാം ഇൻസേർട്ട് ചെയ്യേണ്ട ഡാറ്റേനെ കൊടുക്കണം അല്ലേ. നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിലേക്ക് വേണ്ടേ, നമ്മൾ നോഡിനെ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ നോഡിൽ പർട്ടിക്കുലർ ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും ഇല്ലേ. നമ്മളുടെ ഡാറ്റ എന്താണോ അതിനെ നമ്മൾ ഓൾറെഡി കൊടുക്കണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്തു തന്നെ അതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണു? ഡാറ്റ പാർട്ടിലേക്ക് ഡാറ്റേനെ കൊടുക്കണം. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ നടക്കണമെന്ന് നോക്കിയാൽ ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് നോഡ് അറ്റ് പൊസിഷൻ POS -1, അതായത് പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിളാണ് POS എന്ന് പറഞ്ഞാൽ. ആ -1 പൊസിഷൻ -1 നോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദെൻ എന്തും കൂടി വേണം? പൊസിഷൻ +1 നോഡും കൂടി വേണം നമുക്ക് അല്ലേ. നമ്മൾ ആ പിക്ചറിൽ കണ്ടു എന്താ, പൊസിഷൻ എന്ന് പറഞ്ഞ തേർഡ് പൊസിഷൻ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ നോഡും വേണം, ആ തേർഡ് പൊസിഷന് തൊട്ട് ഫ്രണ്ടിൽ അല്ലേ, ആ തേർഡ് പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു നോഡും വേണം. എന്നാലല്ലേ അതിന് രണ്ടിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൊസിഷൻ -1 എന്ന് പറഞ്ഞ നോഡിനും പൊസിഷൻ +1 എന്ന് പറഞ്ഞ നോഡിനും നമ്മൾ എന്ത് ഈ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞതിൽ കണ്ടുപിടിക്കുന്നു അല്ലേ. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നോഡുകൾ കിട്ടും. ആ നോഡിനെന്താ, ആ നോഡുകൾക്ക് 2 അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ. നോഡുകൾ എന്ന് പറയുമ്പോൾ എന്താ, അതിന് അഡ്രസ്സ് ഉണ്ടായിരിക്കും, അത് മെമ്മറിയിൽ എവിടെയാണ് സ്റ്റോർ ആവുന്നുണ്ട്. ആ അഡ്രസ്സുകളെ നമ്മൾ എന്താ പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് എന്ന് പറഞ്ഞ പോയിന്റേഴ്സിലേക്ക് എന്ത് എടുക്കണു. റെസ്പെക്റ്റീവായിട്ട് പോസ്റ്റ് നോഡ് ആൻഡ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് എന്ന് പറഞ്ഞ ഇതിലേക്ക് 2 നോഡുകളുടെ അഡ്രസ്സിനെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പിൽ നടക്കുന്നത്. എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാവേഴ്സിങ് ഓപ്പറേഷൻ. ക്ലിയർ ആയ? അതായത് നമ്മൾ എന്താ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ് ഒബ്റ്റെയിൻ ദ അഡ്രസ്സസ് ഓഫ് നോഡ് അല്ലേ. ഏത് നോഡുകളൊക്കെ? പൊസിഷൻ -1 ആയിട്ടുള്ള നോഡും പൊസിഷൻ +1 ആയിട്ടുള്ള അതിലത്തെ 2 നോഡുകളെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ, അതിൻ്റെ അഡ്രസ്സിനെ നമ്മൾ എന്താ പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് അല്ലേ. പ്രീ നോഡ് തൊട്ട് മുന്നേ വരുന്നത് പ്രീ നോഡും ആ പൊസിഷൻ കഴിഞ്ഞിട്ട് വരുന്നത് പോസ്റ്റ് നോഡും, അങ്ങനെ 2 പോയിന്റർ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. എങ്ങനെ? ട്രാവേഴ്സിങ് അൽഗോരിതം യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് എന്ന് പറയുമ്പോൾ ഏതാ കിട്ടുക? പ്രീ നോഡായിട്ട് ഏത് വരും? ഈ 15 എന്ന് പറഞ്ഞ ഡാറ്റ ഉള്ള നോഡ് അല്ലേ, അതാണ് നമ്മുടെ പ്രീ നോഡ്. എന്തുകൊണ്ടാണ്? നമ്മൾ തേർഡ് പൊസിഷനിലേക്കാണ്, തേർഡ് നോഡായിട്ടാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ പൊസിഷൻ -1 എന്ന് പറഞ്ഞതാണ് എന്ത്? പ്രീ നോഡ്. പൊസിഷൻ + എന്ന് പറഞ്ഞതാണ് എന്ത്? പോസ്റ്റ് നോഡ് അല്ലേ. അപ്പോൾ പൊസിഷൻ -1 എന്ന് പറയുമ്പോൾ എന്താ? 3 - 1 2 അല്ലേ. അപ്പോൾ സെക്കൻഡ് നോഡ്, അതായത് 15 എന്ന് പറഞ്ഞ നോഡ് പ്രീ നോഡായിട്ട് കിട്ടും. ദെൻ എന്താ 7 എന്ന് പറഞ്ഞ നോഡിൻ്റെ അല്ല 7 എന്ന് പറഞ്ഞ ഡാറ്റയുള്ള നോഡിനെ നമുക്ക് എന്താ പോസ്റ്റ് നോഡായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ 2 നോഡിനെ നമുക്ക് കിട്ടി, പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ്. ഇനി എന്ത് വേണം നമുക്ക്? 2 നോഡുകളുടെ അഡ്രസ്സിനെ കിട്ടി അല്ലേ. ഇനി എന്ത് വേണം നമുക്ക്? ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുക. കോപ്പി ദ കണ്ടന്റ് ഓഫ് ടെമ്പ് ഇൻടു ദ ലിങ്ക് പാർട്ട് ഓഫ് നോഡ് അറ്റ് പൊസിഷൻ POS -1 വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് പ്രീ നോഡ്. അതായത് പ്രീ നോഡ് എന്ന് പറഞ്ഞതിൻ്റെ അല്ലേ, പ്രീ നോഡ് എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 15 എന്ന് പറഞ്ഞ ഡാറ്റ ഉള്ള നോഡ് അല്ലേ, അതിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് എന്തിനെ കോപ്പി ചെയ്യാൻ പറഞ്ഞു?
ടെമ്പിനെ കോപ്പി ചെയ്യാൻ പറഞ്ഞു. അതായത് ടെമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പം നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡ്, നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ്, അതാണ് എന്തിലുണ്ടാവാന്ന് പറഞ്ഞു, അതിൻ്റെ അഡ്രസ്സാണ് എന്തിലുണ്ടാവാന്ന് പറഞ്ഞു, ടെമ്പിലുണ്ടാവാന്ന് പറഞ്ഞു അല്ലേ. അതിനെന്താക്കാൻ പറഞ്ഞു, പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടാക്കാൻ പറഞ്ഞു. അതായത് ഈ 15 എന്ന് പറഞ്ഞ ഡാറ്റ ഉള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടായിട്ട് എന്തിനാക്കാൻ പറഞ്ഞു, ഈ ന്യൂ നോഡ് അല്ലെങ്കിൽ ടെമ്പ് എന്ന് പറഞ്ഞതിനെ കോപ്പി ചെയ്യാൻ പറഞ്ഞു അല്ലേ. ഈ 15 എന്ന് പറഞ്ഞതിൻ്റെ ഡാറ്റ അതിൻ്റെ ലിങ്ക് പാർട്ട് എന്താവണം, ഇനി ന്യൂ നോഡ് ആവണം അല്ലേ. അതാണ് എന്ത് 4th സ്റ്റെപ്പിൽ പറഞ്ഞത്, കോപ്പി ദ കണ്ടന്റ് ഓഫ് എന്ത് ടെമ്പ് ഇൻ ടു ദ എവിടേക്ക്, പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക്. കോപ്പി ദ കണ്ടന്റ് ഓഫ് ടെമ്പ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് എന്ത് പ്രീ നോഡ് അല്ലേ. ഇനി എന്തായിരിക്കും ചേഞ്ച്, ഇനി എന്താ ഈ പിക്ചറിൽ കാണുന്നത്, ഇനി നമുക്ക് എന്താ ഇപ്പം ന്യൂ നോഡിനെ കിട്ടിയില്ലേ, ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ടിനെ എന്താക്കണം, പോസ്റ്റ് നോഡ് ആക്കണം അല്ലേ. അതാണ് എന്ത് 5th സ്റ്റെപ്പിൽ നമ്മൾ കാണുന്നത്. അതാണ് കോപ്പി ദ കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ന്യൂ നോഡ് അല്ലേ. ന്യൂ നോഡിൻ്റെ എന്താ എവിടെ ഉണ്ടാവുക, ടെമ്പ് എന്ന് പറഞ്ഞ പോയിന്ററിൽ ഉണ്ടായിരിക്കും അല്ലേ. ആ ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് എന്തിനെ കൊടുക്കാൻ പറഞ്ഞു, പോസ്റ്റ് നോഡ് അല്ലേ. അതായത് പോസ്റ്റ് നോഡ് എന്ന് പറഞ്ഞത് എത്രയാ, ഈ 7 എന്ന് പറഞ്ഞ നോഡാണ് നമ്മളുടെ എന്ത് പോസ്റ്റ് നോഡ്. അതിലേക്ക് ആ പോസ്റ്റ് നോഡിനെ നമ്മുടെ എന്താ പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നാലല്ലേ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇത് ഇൻസേർട്ട് ആയിട്ട് അല്ലേ, പിന്നെ അങ്ങനെ തന്നെ ലിങ്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 5 സ്റ്റെപ്പുകളാണ് എന്ത് നമ്മളുടെ ഇൻസേർഷൻ നടക്കുമ്പോൾ വരുന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു പിക്ചറും കൂടിയും കാണാം. നമുക്ക് എന്താ ഹെഡ് അല്ലേ, ഹെഡിൽ എന്തുണ്ടായിരിക്കും, ഫസ്റ്റ് നോഡ് എന്താണോ അതിൻ്റെ അഡ്രസ്സ് ഹെഡിലുണ്ടായിരിക്കും. ദെൻ ഫസ്റ്റ് നോഡിൽ എന്തുണ്ടായിരിക്കും, സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ. സെക്കൻഡ് നോഡിൽ എന്തുണ്ടായിരിക്കും, തേർഡ് നോഡിൻ്റെ അഡ്രസ്സ്. അങ്ങനെ 3 നോഡുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിരുന്നു ഇത്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3rd പൊസിഷനിലേക്ക് അല്ലേ, 3ാമത്തെ നോഡായിട്ട് പുതിയൊരു നോഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരാം. അപ്പോൾ നമ്മളൊരു നോഡിനെ ഫസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് നമ്മൾ ഡാറ്റേനെ കൊടുത്തു അല്ലേ. അതിലേക്ക് 20 എന്ന് പറഞ്ഞ ഡാറ്റേനെ കൊടുത്തു, ലിങ്ക് പാർട്ടിനെയും കൊടുത്തു. ഓക്കെ, ഇനി 3rd സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ട്രാവേഴ്സിങ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് എന്താ പൊസിഷൻ -1 നോഡിനെയും പൊസിഷൻ +1 നോഡിനെയും നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. എന്നിട്ട് അതിൻ്റെ അഡ്രസ്സിനെ, ആ നോഡുകളുടെ അഡ്രസ്സിനെ നമ്മൾ എന്താ പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് എന്ന് പറഞ്ഞെടുക്കണം. ഓക്കെ, പ്രീവിയസ് നോഡും പോസ്റ്റ് ആയിട്ടുള്ള നോഡും അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ എന്താ, ഇവിടെ പ്രീ നോഡായിട്ട് വന്നതാണ് എന്ത് 10 എന്ന് പറഞ്ഞ എന്ത് ഡാറ്റയുള്ള നോഡ് അല്ലേ. പോസ്റ്റ് നോഡാണ് എന്ത് 15 എന്ന് പറഞ്ഞ ഡാറ്റയുള്ള നോഡായിട്ട് വരാം. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻബിറ്റ്വീനിലാണ് നമ്മൾ എന്ത് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ എന്താ 4th സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കോപ്പി ദ എന്ത് കണ്ടന്റ് ഓഫ് അല്ലേ. അതായത് നമ്മൾക്ക് എന്തിന് ചേഞ്ച് വരണം, ഈ പ്രീവിയസ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് എന്ത് കൊടുക്കണം, ന്യൂ നോഡിനെ കോപ്പി ചെയ്യണം. അതായത് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ എവിടെ ഉണ്ടാവുക, ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ അല്ലേ. ടെമ്പ് എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിലായിരിക്കും. അതാണ് പറഞ്ഞത് എന്താ, കോപ്പി ദ കണ്ടന്റ് ഓഫ് ന്യൂ നോഡ് അല്ലെങ്കിൽ ടെമ്പ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് പ്രീ നോഡ്. പ്രീ നോഡിൻ്റെ ലിങ്കിലേക്ക് എന്ത് ന്യൂ നോഡിനെ കോപ്പി ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്ത് ചേഞ്ച് ആവുന്നത് 5th സ്റ്റെപ്പിൽ, ഇനി ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ട് നമുക്ക് എന്താക്കണം, പോസ്റ്റ് നോഡ് ആക്കണം അല്ലേ. അതാണ് ഇവിടെ നടക്കുന്നത്. എന്താ 5th സ്റ്റെപ്പിൽ എന്ത് പറഞ്ഞു, കോപ്പി ദ കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡ് അല്ലേ. പോസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്താണോ അതിനെ നമ്മൾ എന്ത് പറഞ്ഞു, ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ടായിട്ട് കോപ്പി ചെയ്യാൻ പറഞ്ഞു അല്ലേ. അതായത് ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് എന്ത് പ്രീ നോഡല്ല പോസ്റ്റ് നോഡിനെ എന്ത് ചെയ്യാൻ പറഞ്ഞു, കോപ്പി ചെയ്യാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ കണക്ഷനായി അല്ലേ, നമുക്ക് ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും അല്ലേ. അഡ്രസ്സുകൾ ഇപ്പോൾ എന്താ ലിങ്കിങ് നടന്നിട്ടുണ്ട് അവിടെ. നമുക്കപ്പോൾ എന്താ പുതിയൊരു നോഡിനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതിങ്ങനെ നമുക്കറിയാം, ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ ഡൈനാമിക്കലിയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ പല സ്ഥലങ്ങളിലായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, യൂസിങ് പോയിന്റേഴ്സ് അല്ലേ. അതായത് ഒരു നോഡിന് എന്താ അഡ്രസ് പാർട്ടുണ്ട്, നെക്സ്റ്റ് പാർട്ടുണ്ട്, അല്ലെങ്കിൽ ലിങ്ക് പാർട്ടുണ്ട്. ആ ഓരോ ലിങ്ക് പാർട്ടും വെച്ചിട്ടാണ് എന്ത് ഓരോ നോഡിലേക്ക് ഇങ്ങനെ ലിങ്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബിഗിനിങ്ങിൽ നമ്മൾ കണ്ടു എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് കണ്ടു, ലാസ്റ്റിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനിയാണ് നമ്മൾ എന്ത് ഇൻ ബിറ്റ്വീൻ നോഡിൻ്റെ, അതായത് ഒരു നോഡ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ 2 നോഡുകളുടെ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് അല്ലേ. ഇതൊക്കെ തന്നെയാണിത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്താ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നതും കണ്ടു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 3 ടോപ്പിക്കുകളായിരുന്നു ഇത്. ജസ്റ്റ് അല്ലേ ഇൻസേർഷൻ എന്ന് പറഞ്ഞു. പക്ഷേ 3 ടൈപ്പിൽ നമുക്ക് എന്താ ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 3 ടൈപ്പിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.